നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരായിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നടന വിസ്മയം മോഹൻലാൽ ഈസ് നൊണാസ് നടന വിസ്മയം. മോഹൻലാലിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നറിയാമോ? മോഹൻലാൽ വിശ്വനാഥൻ നായർ. റിയൽ നെയിം ഓഫ് മോഹൻലാൽ. ആൻസർ മോഹൻലാൽ വിശ്വനാഥൻ നായർ. അതുപോലെ പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ആത്മകഥ ഏതാണ്? ഹൃദയത്തിൻ്റെ കയ്യൊപ്പ്. ഓട്ടോബയോഗ്രഫി ഓഫ് മോഹൻലാൽ. ആൻസർ ഹൃദയത്തിൻ്റെ കയ്യൊപ്പ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നർ ഓഫ് 2023. ആൻസർ മോഹൻലാൽ. അദ്ദേഹത്തിന് അത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് 2025. അതുപോലെ മോഹൻലാലിൻ്റെ ചെന്നൈയിലുള്ള വീട്ടുപേരെന്താണ്? ഹൗസ് നെയിം ഓഫ് മോഹൻലാൽ. ആൻസർ വിസ്മയം എന്നാണ് മോഹൻലാലിൻ്റെ ചെന്നൈയിലുള്ള വീട്ടുപേര്. അതുപോലെ പറയുകയാണെങ്കിൽ 2026 ആറ്റുകാൽ അമ്പ പുരസ്കാര ജേതാവാരാണ്? മോഹൻലാൽ. ആറ്റുകാൽ അമ്പ അവാർഡ് വിന്നർ ഓഫ് 2026. ആൻസർ മോഹൻലാൽ. അതുപോലെ പറയുകയാണെങ്കിൽ KSRTCയുടെ ഗുഡ്വിൽ അംബാസഡർ. ആൻസർ മോഹൻലാൽ. ഗുഡ്വിൽ അംബാസഡർ ഓഫ് KSRTC. ആൻസർ മോഹൻലാൽ. ശുഭയാത്രാ പദ്ധതിയുടെയും മൃതസഞ്ജീവനി പദ്ധതിയുടെയും അംബാസഡർ ആരാണ്? അത് ആര് തന്നെയാണ്? മോഹൻലാൽ തന്നെയാണ്. അംബാസഡർ ഓഫ് ശുഭയാത്രാ പ്രോജക്റ്റ് ആൻഡ് മൃതസഞ്ജീവനി പ്രോജക്റ്റ്. ആൻസർ മോഹൻലാൽ. അതുപോലെ പറയുകയാണെങ്കിൽ മലയാളത്തിൻ്റെ മഹാനടനാണ് ആര്? മോഹൻലാൽ. അതുപോലെ മോഹൻലാലിൻ്റെ ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇലന്തൂർ. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരാണ് അദ്ദേഹം ജനിക്കുന്നത്. ബർത്ത് പ്ലേസ് ഓഫ് മോഹൻലാൽ ഇലന്തൂർ ഈസ് എ പ്ലേസ് ഓഫ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. അതുപോലെ മലയാളത്തിലെ ആദ്യമായിട്ട് 100 കോടി കളക്ഷൻ നേടുന്ന ആദ്യ സിനിമ ഏതാണെന്ന് അറിയാം? അതാണ് പുലിമുരുകൻ. ഫസ്റ്റ് 100 crore കളക്ഷൻ മൂവി ഓഫ് മലയാളം. ആൻസർ പുലിമുരുകൻ. ഫസ്റ്റ് 200 crore കളക്ഷൻ മൂവി ഓഫ് മലയാളം. ആൻസർ മഞ്ഞുമ്മൽ ബോയ്സ്. മലയാളത്തിൽ ആദ്യമായിട്ട് 200 കോടി കളക്ഷൻ നേടിയ സിനിമ ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 100 കോടി കളക്ഷൻ നേടുന്ന സിനിമ ഏതാണ്? നമ്മൾ പറഞ്ഞു പുലിമുരുകനാണ്. പുലിമുരുകനിലെ നടനാരാണ്? മോഹൻലാൽ.